പത്തനംതിട്ട കോന്നി അതിരുങ്കലിൽ മെഡിക്കൽ സ്റ്റോർ ഉടമയെ കാണാതായെന്ന് പരാതി. പരമേശ്വര മെഡിക്കൽസ് ഉടമ പ്രവീണിനെയാണ് കാണാതായത്. പ്രവീണിന്റെ ഇരുചക്ര വാഹനം മ്ലാന്തടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. എപ്പോഴാണ് കാണാതാവുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? സ്വാതി, ഇന്നലെ രാത്രി ഇയാൾ ഏറ്റവും അവസാനമായി വീട്ടിലേക്ക് വിളിച്ചിരുന്നു. കനത്ത മഴയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. പോലീസിലടക്കം പരാതി നൽകുകയും ചെയ്തു. ഫോൺ നിലവിലും സ്വിച്ച് ഓഫ് ആണ്. ഇതിനിടയിൽ പോലീസിന് നടത്തിയ പരിശോധനയിൽ ചില CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. ഈ ബൈക്ക് കണ്ടെത്തിയ സ്ഥലത്തിന് അടുത്തുള്ള തോട്ടിലേക്ക് ബൈക്ക് ഉരുണ്ടു പോകുന്നതായും അതിൽ ആളുള്ളതായും, പക്ഷെ ആ CCTV ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ പരിശോധന നടത്തിയിട്ടിരിക്കുന്നതായിട്ടുണ്ട്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളിലുള്ളത് ഇത്തരത്തിൽ ബൈക്കിൽ വരികയും തോട്ടിലേക്ക് വീഴുന്ന തരത്തിലാണ് ആ CCTV ദൃശ്യങ്ങളിലുള്ളത്. പക്ഷേ ഇന്ന് ഈ CCTV ദൃശ്യങ്ങൾ കണ്ട സ്ഥലത്ത് തന്നെ ഈ ബൈക്ക് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ തോട്ടിലേക്ക് വീണതാവാനുള്ള സാധ്യതയാണ് നിലവിൽ പോലീസും ഫയർഫോഴ്സും അടക്കം പറയുന്നത്. എന്തായാലും ഫയർഫോഴ്സ് സംഘം രാവിലെ മുതൽ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഇതുവരെയും എന്തെങ്കിലും തെളിവുകളോ മറ്റും ലഭിച്ചിട്ടുമില്ല. ബൈക്ക് മാത്രമാണ് നിലവിൽ ഇയാളുടേതായി ആ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളാണ്, മെഡിക്കൽ സ്റ്റോർ ഉടമയാണ്. പ്രവീൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പത്തനംതിട്ട കോന്നി സ്വദേശിയാണ്. കോന്നി അതിരിങ്കലിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് കനത്ത മഴയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്, വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള തരത്തിലുള്ളൊരു മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ CCTV ദൃശ്യങ്ങളുള്ളത് ഇത്തരത്തിൽ ഇയാളുടെ തന്നെ ബൈക്ക് തോട്ടിലേക്ക് വീഴുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുമുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സംഘം ഈ തോട്ടിൽ പരിശോധന നടത്തി വരികയാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും സംയുക്തമാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. സ്വാധീനം